കുറ്റം ചുമത്തിയ കൊല്ലം എംഎൽഎ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നതിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് സിപിഐ നിലപാട്. ഇക്കാര്യം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു. സമാന കേസുകളിൽ പ്രതികളായ കോൺഗ്രസ് എംഎൽഎമാർ രാജിവെച്ചിട്ടില്ലെന്ന നിലപാടാണ് സിപിഎം നേതാക്കൾ പ്രതികരിച്ചത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. അതിനിടെ നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് തിരുവനന്തപുരത്ത് നടി നൽകിയ പരാതിയിലാണ് കരമന പോലീസ് കേസെടുത്തത്. എറണാകുളം സ്വദേശിയായ നടി 7 പേർക്കെതിരെ നൽകിയ പരാതികളിൽ നടപടി പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി വി വിനോദും കൊച്ചിയിൽ നിന്നും ഡാനിപ്പോളും ചേരും. ആദ്യം നമുക്ക് വിനോദിലേക്ക് പോകാം. വിനോദ്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ജയസൂര്യക്കെതിരെ ലൊക്കേഷനിൽ മോശമായി പെരുമാറിയെന്ന പരാതി തിരുവനന്തപുരത്ത് ഒരു നടി കൊടുത്തിരിക്കുകയാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ശ്രുതി, ഗുഡ് മോർണിംഗ്. എൽദോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏറ്റവും ഈ പീഡന പരാതികളുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരം, ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി വന്നിരിക്കുന്നു എന്നാണ്. തിരുവനന്തപുരം കരമന പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ തിരുവനന്തപുരത്തുള്ള നടി ഈ നടത്തിയ വെളിപ്പെടുത്തൽ, തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന പരാതി ന്യൂസ് 18-ലൂടെയാണ് ആദ്യത്തെ ആ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതി തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിയായാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഐശ്വര്യ ഡോങ്റെ, ഈ സംഘത്തിലുള്ള IPS ഉദ്യോഗസ്ഥയാണ്. ഐശ്വര്യ ഡോങ്റെ ആയിരിക്കും ഈ പരാതിയിൽ ഈ FIR രേഖപ്പെടുത്തുമ്പോൾ ഇനിയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുക. അതേസമയം സിദ്ദിഖിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടി രൂപം നൽകിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരിക്കും ആ കേസ് അന്വേഷിക്കുക. നമുക്ക് ജയസൂര്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ജയസൂര്യ രണ്ടാമതൊരു പരാതിയിൽ കൂടി ഉൾപ്പെടുകയാണ്. നേരത്തെ കൊച്ചിയിലെ നടി അവർ നൽകിയ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൂടി ജയസൂര്യക്കെതിരെ വരുന്നു. ജയസൂര്യ അമേരിക്കയിൽ തുടരുകയാണ്. ജയസൂര്യ നാട്ടിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ ഇവിടുത്തെ നിയമപരമായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയ ശേഷം നാട്ടിലേക്ക് എത്തും എന്ന വിവരമാണ് നൽകുന്നത്. അമേരിക്കയിൽ എന്ന വിവരമാണ് നമുക്ക് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ജയസൂര്യ 2 പരാതിയിലും സമാനമായ രീതിയിലാണ് ജയസൂര്യയുടെ പെരുമാറ്റം എന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ശുചിമുറിയിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് തന്നെ കയറിപ്പിടിച്ച് ബലമായി ചുംബിച്ചു എന്നാണ് കൊച്ചിയിലെ നടി നൽകിയ പരാതി. തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നടി പറഞ്ഞത് സമാനമായ രീതിയിൽ തന്നെയാണ്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ ഇത്തരത്തിൽ ശുചിമുറിയിൽ പോയി വരുന്ന വഴിക്കാണ് ജയസൂര്യയിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായത്, തന്നെ കയറി പിടിച്ചു എന്ന വിവരം. കൊച്ചിയിലെ നടിക്ക് ഈ അനുഭവം ഉണ്ടായത് സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ചാണെന്ന് അവർ പറയുകയും ചെയ്തു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയിലാണ് ഇത്തരത്തിൽ ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റമുണ്ടായത്. ഏതായിരുന്നാലും ഈ 2 പരാതികളും ഒരേ സമാന സ്വഭാവത്തിലുള്ള പരാതികളാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടക്കും. ഈ കരമന പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരാതി അത് തൊടുപുഴയിലേക്ക് കൈമാറും. അവിടെയായിരിക്കും തുടർന്നുള്ള അന്വേഷണം നടത്തുക. കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയെ സമീപിച്ചിരുന്നു. യുവനടി നൽകിയ പരാതിയുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ പീഡിപ്പിച്ചു, ക്രൂരമായ പീഡനത്തിനിരയാക്കി എന്നാണ് യുവനടിയുടെ പരാതി ഉണ്ടായിരുന്നത്. ഇതിലെ മൊഴിയുടെ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ FIRന്റെ പകർപ്പും ആവശ്യപ്പെട്ടാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. വളരെ നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് ഈ പരാതിയും അന്വേഷണവും കടന്നു പോകുന്നത്. വളരെ വേഗത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. പല കോണിൽ നിന്നായി ഈ നടന്മാരുടെ അറസ്റ്റിന് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് നേരത്തെ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുക്കാതിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്തു, പേര് വെളിപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടായില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പേരുകൾ മറച്ചു വെക്കുന്നത്? പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയാണ് പൊതുവിൽ വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. മുകേഷിനെ സംബന്ധിച്ചും ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഇതിൽ മുകേഷിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മുകേഷിനെതിരെയുള്ള പരാതിക്കാരി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വിനോദ്, അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മുകേഷിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. CPIയുടെ സമ്മർദ്ദമുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലും
ചില മുറുമുറുപ്പുകൾ, ഇത്രമാത്രം മുകേഷിനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകും? മുകേഷിനെ പിന്തുണയ്ക്കാം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? CPI-യിലും ഈ വിഷയത്തിൽ ഭിന്നതയുണ്ട്. അതെ അതെ. കഴിഞ്ഞ ദിവസം EP ജയരാജന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ഏറ്റവും മുതിർന്ന CPM നേതാവാണ്, മുന്നണി കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞത് മുകേഷിന്റെ രാജിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ്. അത് CPM-ന്റെ ഒരു പൊതു നിലപാടായി തന്നെയാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഒരു പൊതു നിലപാടായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു സമീപനം തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വത്തിനുള്ളത്, പ്രധാനപ്പെട്ട നേതാക്കൾക്കുള്ളത്. അതേസമയം പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ പ്രധാനമായും നേതൃത്വത്തിന്റെ ഒരു നിലപാട് തന്നെയായിരിക്കും ഇവിടെ പ്രധാനപ്പെട്ട ഒന്നായി മാറുക. അതേസമയം CPI-യിൽ വ്യത്യസ്ത അഭിപ്രായം, അല്ലെങ്കിൽ പരസ്യമായി തന്നെ പ്രമുഖ നേതാക്കൾ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യം CPI-യുടെ നേതൃയോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ നേതൃയോഗത്തിന്റെ തീരുമാനവും മുകേഷ് മാറി നിൽക്കണം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു. ആനി രാജയും പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ അതിനു മുൻപ് തന്നെ പരസ്യമായി മുകേഷിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാത്രമാണ് ഈ ചർച്ച ചെയ്ത്, അതും അദ്ദേഹം മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയില്ല, എന്നാൽ ഒരു സാവകാശത്തിന്റെ സാധ്യത അത് തുറന്നിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ അതിനപ്പുറത്തേക്ക് പാർട്ടി മുകേഷ് മാറി നിൽക്കണം എന്ന് തന്നെ ഉള്ള ഒരു നിലപാടെടുക്കുന്നു. CPM-നെ സംബന്ധിച്ച് മുകേഷിനെ ഈ സമയം വരെ പ്രതിരോധിക്കുന്നത് M. വിൻസെന്റ്, അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ MLA-മാർ, ഈ തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി, ഈ 2 MLA-മാർ, ഇവർ 2 പേർക്കെതിരെയും നേരത്തെ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇവർ 2 പേരും രാജിവെച്ചില്ല. അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ CPM നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഈ തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ തുടരെ പല ഭാഗത്തു നിന്നായ ആരോപണങ്ങൾ, ഇതിനു മുൻപ് മുകേഷ് ആരോപണങ്ങൾ നേരിട്ട സാഹചര്യം, അങ്ങനെയെങ്കിൽ ഒരാൾക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. മാത്രമല്ല കൊല്ലം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തലായി വന്നത് മുകേഷിനെതിരെയുള്ള ഇപ്പോഴത്തെ പോലീസ് നടപടികൾ പാർട്ടിക്ക് അവമതി ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. അതായത് കൊല്ലത്ത് പാർട്ടി നേതാക്കൾക്ക് മുകേഷിന്റെ ചെയ്തികളോട് വിയോജിപ്പുണ്ട്. അതാണ്.